ഒരു പ്രൊജക്റ്റ് VS കോഡിൽ റൺ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് സെർവർ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ വാമ്പാണോ സാമ്പാണോ യൂസ് ചെയ്യുന്നതിന് അതിനനുസരിച്ചുള്ള സെർവർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വാമ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വാമ്പ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ കൊടുക്കാം. അതിന് യെസ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ വാമ്പ് സ്റ്റാർട്ടാവും. ഇനി നമ്മൾ സാമ്പാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ സാമ്പ് സെർച്ച് ചെയ്തിട്ട് അതിൽ അപ്പാച്ചയും MySQLും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെർവർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഒരു ഐക്കൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സെർവർ റണ്ണിങ് ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വാമ്പ് ഇവിടെ ഈ ഒരു ഐക്കണിൽ ഓൾ സെർവേഴ്സ് റണ്ണിങ് നമുക്ക് കാണാം. വാമ്പ് സെർവർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ഏത് ഫോൾഡറിലാണോ ഇട്ടേക്കുന്നത് ആ ഫോൾഡറിൽ എടുത്തിട്ട് ഈ പൈത്തണിന് 2 ഫ്രെയിംവർക്ക് ഉണ്ട്, ഫ്ലാസ്ക്, ജാങ്കോ. ചിലരുടെ പ്രൊജക്റ്റ് ജാങ്കോയിലും ചിലത് ഫ്ലാസ്കിലായിരിക്കും. അപ്പോൾ ഇത് നമുക്കെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ നോക്കാം. ജാങ്കോയിലൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൽ manage.py എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും. മാനേജ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാവും. ഈ ഫയലാണ് നമ്മൾ റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊരു ഫ്ലാസ്ക് ഫ്രെയിംവർക്കിൽ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൽ main.py എന്ന് പറഞ്ഞ ഫയലായിരിക്കും റൺ ആവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ജാങ്കോ ആണോ അല്ലെങ്കിൽ ഫ്ലാസ്ക് ആണോ പ്രൊജക്റ്റ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. manage.py എന്ന് പറഞ്ഞ ഫയലാണെങ്കിൽ അതൊരു ജാങ്കോ പ്രൊജക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ ഫയൽ പാത്തിൽ വരാം. അവിടെ cmd എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് കയറാം. ഇനി കമാൻഡ് പ്രോംപ്റ്റിൽ കോഡ് സ്പേസ് ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഈ പ്രൊജക്റ്റ് നേരെ VS കോഡിൽ ഓപ്പൺ ആയി കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ VS കോഡാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങൾ നേരത്തെ ആ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് അതിൽ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ VS കോഡ് നേരെ എടുത്താലും മതി. ഇനി മെയിലിൽ ആ ടെർമിനൽ 3 ഡോട്ടിൽ ആ ന്യൂ ടെർമിനൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ന്യൂ ടെർമിനൽ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റൺ ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കാം. നമ്മളൊരു ജാങ്കോ പ്രൊജക്റ്റ് റൺ ചെയ്യണമെങ്കിൽ പൈത്തൺ manage.py റൺ സെർവർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഇനി നമുക്ക് പോർട്ട് ഡിഫോൾട്ടായിട്ട് 8000 റൺ ചെയ്യണത്. നമുക്ക് വേണമെങ്കിൽ 7000 അങ്ങനെ ഇഷ്ടമുള്ള റൺ ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. പൈത്തൺ manage.py റൺ സെർവർ ഒന്ന് കൊടുത്താൽ മതി. ഇത് കംപ്ലീറ്റ്ലി ഒരു വെബ്സൈറ്റ് പ്രൊജക്റ്റാണ്. നമുക്ക് ഇത്രയും ചെയ്യാനുള്ളൂ. ഇനി നമുക്കൊരു ലിങ്ക് ലോഡ് ആവുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കാണാം. ഇനി നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് SQL ലോഗിൽ ടേബിൾസ് ഡാറ്റ നോക്കിയിട്ട് ലോഗിൻ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കംപ്ലീറ്റ്ലി വെബ് പ്രൊജക്റ്റ് ജാങ്കോയിൽ ഉള്ള പ്രൊജക്റ്റ് VS കോഡിൽ റൺ ചെയ്യേണ്ടത്.